മുൻവിധിയില്ലാതെ കിട്ടാവുന്നിടത്തോളം ഡാറ്റ എടുത്ത് പഠിക്കണം. പഠിച്ചാലേ ഉള്ളൂ ഉത്തരം കിട്ടാനൊക്കത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോർമുല രൂപത്തിൽ നമുക്കിത് രണ്ടും എഴുതാൻ രണ്ട് കൂട്ടരും പറയുന്നത് എന്താണെന്നറിയാം. ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. രണ്ട് കൂട്ടരും പറയുന്നതിൻ്റെ ഡാറ്റ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കും. പരിണാമവാദികൾക്കും ബുദ്ധി സംവിധായകൻ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് ഒരേ ഡാറ്റയാണ്. ജീവൻ ഇവിടെ കിടക്കുന്നു, നമ്മളത് പരിശോധിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫോർമുല പറയാം, നിങ്ങൾ എഴുതിയെടുക്കാമെങ്കിൽ എഴുതിയെടുക്കണം, ഇല്ലെങ്കിൽ നമുക്കിവിടെ കാണിക്കാം. ഫസ്റ്റ് ഫോർമുല, ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഇന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന എല്ലാം കൂടെ ഞാൻ ചുരുക്കി എഴുതുകയാണ്. പദാർത്ഥം അല്ലെങ്കിൽ മാറ്റർ പ്ലസ് എനർജി അല്ലെങ്കിൽ ഊർജം പ്ലസ് ടൈം, ഒരാരോ ഇടുക. ഫസ്റ്റ് സെല്ല് ജീവകോശം. ആരോടെ മുകളിൽ എന്താണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആകസ്മികത അല്ലെങ്കിൽ ചാൻസ്, പിന്നെ പ്രകൃതി ശക്തികൾ, പ്രകൃതി നിയമങ്ങൾ. ഇതേ ഉള്ളൂ. ഒരു ബുദ്ധി സംവിധാനത്തിൻ്റെ ഒന്നും പ്രവർത്തനമില്ല. അപ്പം ഫോർമുല 1 മാറ്റർ പ്ലസ് എനർജി പ്ലസ് ടൈം, ആരോ ഇട്ടിട്ട് ചാൻസ്, നാച്ചുറൽ ലോസ്, നാച്ചുറൽ ഫോഴ്സസ്, ഫസ്റ്റ് സെല്ല് അല്ലെ ആദികോശം. പിന്നെ ഈ ആദികോശത്തിന് എന്തുണ്ടായി? ഈ പ്രിമീവൽ സെല്ലിന് പരിണമിച്ചു. നമ്മൾ നേരത്തെ കണ്ട പോലെ പ്രകൃതി ശക്തികൾ, പ്രകൃതി നിർദ്ധാരണവും മ്യൂട്ടേഷനും കൊണ്ട് പല പല ജീവികളായി അവസാനം മനുഷ്യനിലേക്ക് വന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഫോർമുല. ഞാൻ പറഞ്ഞല്ലോ, പ്രഗത്ഭന്മാരെ മറ്റൊരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ ഇത് വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് ഇങ്ങനെയൊന്നും ജീവനുണ്ടാകാനൊക്കത്തില്ല, പദാർത്ഥ ഊർജവും എത്ര നാൾ കൊടുത്താലും ജീവനിലേക്ക് വരത്തില്ല. അതിന് വേണ്ട ഒരു കമ്പോണൻ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആശയങ്ങൾ. പിന്നെ ആരോ ഇട്ടിട്ട് ജീവകോശം, ആരോടെ മുകളിൽ എന്ത് വേണം? ഒരു ബുദ്ധി സംവിധാനം. ഒരു ബുദ്ധി സംവിധായകൻ, ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ പ്രവർത്തിച്ചാൽ മാത്രമേ ജീവൻ ഉണ്ടാകത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇതിലേത് ഫോർമുലയാണ് യുക്തിക്ക് ചേരുന്നതെന്ന് നോക്കാം. യുക്തിക്കും ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒബ്സർവേഷൻ ആൻഡ് ലോജിക്കൽ ഇൻഫർമേഷൻ. ഇതിനെ നിരീക്ഷിക്കുക, അത് കഴിഞ്ഞിട്ട് യുക്തിപരമായൊരു കൺക്ലൂഷനിലേക്ക് എത്തണം. ഞാൻ ചില എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഞാൻ ആലപ്പുഴ കടൽ തീരത്ത് ബീച്ചിൽ നിൽക്കുകയാണ്. അവിടെ മണൽ നല്ല സാൻഡ് റിപ്പിൾസ് അവിടെ ഉണ്ട്. മണൽ നല്ല ഷേപ്പിലൊക്കെ അങ്ങനെ കിടക്കുകയാണ്. ഞാൻ പറയാം, ഇത് രണ്ടാമത്തെ ഫോർമുല അനുസരിച്ചാണ്. ഏതോ ബുദ്ധി സംവിധായകന്മാർ ഈ മണൽ ഇങ്ങനെ ഈ ഷേപ്പിലൊക്കെ ആക്കിയിരിക്കുന്നതാണ്. നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ പറയും പ്രകൃതി ശക്തികളുടെയും പ്രകൃതി നിയമങ്ങളുടെയും ഫലമായിട്ടാണ് ഈ സാൻഡ് റിപ്പിൾസ് ഉണ്ടായിരിക്കുന്നത്, അല്ലാതെ ആരെങ്കിലും കലാകാരന്മാർ ചെയ്ത കാര്യമല്ല. രണ്ടാമത്തെ ഫോർമുലയല്ല, ഒന്നാമത്തെ ഫോർമുലയാണ് കുറെ കൂടെ യോജിക്കുന്നത് നിങ്ങൾ പറയും. പക്ഷേ അവിടെ ബീച്ച് നോക്കുമ്പോൾ ജോൺ ലവ്സ് മേരി എന്നൊരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ അവിടെ എഴുതി വച്ചിരിക്കുക. JOHN, ജോൺ ലവ്സ് മേരി. ഞാൻ പറയുകയാണ്, ഒന്നാമത്തെ ഫോർമുല അനുസരിച്ചാണ് ഈ എഴുത്ത് വന്നിരിക്കുന്നത്. പ്രകൃതി ശക്തികളുടെയും പ്രകൃതി നിയമങ്ങളുടെയും ഫലമായിട്ടുണ്ടായതാണ്. കാറ്റും അടിച്ചു, മണലൊക്കെ ഇങ്ങനെ ഈ ഷേപ്പിൽ ഇങ്ങനെ വന്നു. ജോൺ ലവ്സ് മേരി എന്ന് എഴുതി വച്ചിരിക്കുന്നു. അത് ഒന്നാമത്തെ ഫോർമുലയാണെന്ന്, ഒന്നാമത്തെ പ്രകൃതി ശക്തികളുടെ ഫലമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും. നിങ്ങൾക്ക് പറയും അത് ആരോ ബുദ്ധി സംവിധായകന്മാർ എഴുതിയതാണ്. ഒന്നുകിൽ ജോണിൻ്റെയോ മേരിയുടെയോ ശത്രുക്കൾ എഴുതി വെച്ച്, അല്ലെങ്കിൽ അവരുടെ മിത്രങ്ങൾ എഴുതുക ജോൺ ലവ്സ് മേരി എന്നുള്ളത്. അത് പ്രകൃതി ശക്തികളുടെയും ഫലമായിട്ടുണ്ടായതല്ല. രണ്ടാം ഫോർമുലയാണ് കുറച്ചുകൂടെ യോജിക്കുന്നത്. നിങ്ങൾ വല്ല സമയമെടുത്തോ? ഒട്ടും സമയമെടുത്തില്ല. ഒബ്സർവേഷൻ ആൻഡ് ലോജിക്കൽ, അതിനെ നിരീക്ഷിക്കുക. അത് കഴിഞ്ഞ് ലോജിക്കലായിട്ട് യുക്തിപരമായിട്ടൊരു അനുമാനത്തിലെത്തി. അതൊരു ബുദ്ധിസമയം. അദ്ദേഹത്തെ നിങ്ങൾ കണ്ടോ? എഴുതിയാളിനെ കണ്ടിട്ടുണ്ടോ? എഴുതിയാളിനെ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ പറയും ആരോ ബുദ്ധിമാന്മാർ എഴുതിയാണ്. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഓൾ ഇന്ത്യ ടൂർ ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ ടൂറിൽ ഞങ്ങൾ പോകുമ്പോൾ ചില സ്റ്റേഷനിൽ നിന്ന് നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് കപ്പിലല്ലേ ചായ കിട്ടുന്നത്, മണ്ണുകൊണ്ടുള്ള കപ്പിൽ ചായ കിട്ടി. മണ്ണുകൊണ്ടുള്ള ചായ കുടിച്ച് കഴിഞ്ഞ് നമ്മളങ്ങ് കളയാം, അതിന് വിലകൊന്നും കൊടുക്കണ്ട. ഈ കപ്പ് എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഈ കപ്പ് ഒന്നാമത്തെ ഫോർമുല അനുസരിച്ചുണ്ടായതാണ്. എക്സാമ്പിൾ പറയാം. മഴ തുടർച്ചയായിട്ട് പെയ്തു, ചെളി ശരിക്കങ്ങ് കുഴഞ്ഞു,
വെള്ളത്തിൽ പശ്ചിമരാശി മണ്ണങ്ങനെ ശരിക്ക് കുഴഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചുഴലിക്കാറ്റുണ്ടായി. ചുഴലിക്കാറ്റിൻ്റെ ഫലമായിട്ട് ഈ കപ്പിൻ്റെ ഷേപ്പിൽ ഇതങ്ങായി. ഇത് കഴിഞ്ഞ് 2-3 ദിവസം നല്ല വെയിലായിരുന്നു. ഇതങ്ങ് ഉറച്ചു, കപ്പുണ്ടായി എന്ന് പറയാം. ഒന്നാമത്തെ ഫോർമുല. പ്രകൃതി ശക്തികളുടെയും പ്രകൃതി നിയമങ്ങളുടെയും ഫലമായിട്ട് ഈ കപ്പുണ്ടായി. പക്ഷേ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറയും അങ്ങനെയൊന്നും കപ്പുണ്ടാകാൻ ഒക്കത്തില്ല. ഒരു പോട്ടർ, ഒരു കൊശവൻ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഈ കപ്പുണ്ടാകണമെങ്കിൽ. തനിയെ ഈ കപ്പുണ്ടാകത്തില്ല. അതായത് പോട്ടറെ കാണണമെന്നൊന്നുമില്ല, കപ്പ് കാണിക്കുന്ന പോട്ടറിൻ്റെ ആവശ്യകതയാണ്. ഇത് നിങ്ങളധികം സമയം എടുത്തില്ല. രണ്ടാമത്തെ ഫോർമുലയാണ് കുറേ കൂടെ യുക്തിക്ക് ചേരുന്ന് നിങ്ങൾ പറയും. സമയം അധികം എടുക്കുന്നില്ല. ഒബ്സർവേഷൻ ആൻഡ് ലോജിക്കൽ ഇൻഫ്ലുവൻസ്. ഇത് തന്നെയാണ് ശാസ്ത്രലോകം മറ്റ് ഗ്രഹങ്ങളിലെ ജീവികളുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനും ഇത് തന്നെയാണ് എടുക്കുന്നത്. കാൾസാഗനെ പോലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ വിചാരിക്കുന്നത് മറ്റ് ഗ്രഹങ്ങളിലും ഭൂമിയിൽ ജീവൻ ഉണ്ടായതുപോലെ മറ്റ് ഗ്രഹങ്ങളിലും ജീവൻ ഉണ്ടാകാം. മറ്റ് നക്ഷത്രങ്ങളിലെ ചുറ്റിനും ഇറങ്ങുന്ന പ്ലാനറ്റിലാകാം. ഭൂമി പോലുള്ള അന്തരീക്ഷമുള്ള ഒരു പ്ലാനറ്റ് വേറൊരു നക്ഷത്രത്തിലുണ്ടെങ്കിൽ അവിടെയും ലൈഫ് ഉണ്ടാകാം. അതല്ലേ ചന്ദ്രനിൽ വെള്ളം ഉണ്ടെന്നുള്ളൊരു വലിയ പ്രശ്നം എന്താണ്? ചന്ദ്രനിൽ വെള്ളം ഉണ്ടെങ്കിൽ ജീവൻ്റെ സാധ്യതയുണ്ട്. ചൊവ്വയിൽ വെള്ളം ഉണ്ടെങ്കിൽ ജീവൻ്റെ സാധ്യതയുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ ജീവൻ ഉണ്ടാകുന്ന. അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ജീവൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്. അവർ പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെക്കാളും വളരെ അഡ്വാൻസ് ലെവലുള്ള ജീവികളായിരിക്കും. ഇതിനെ പറയുന്ന CT പ്രോഗ്രാം എന്ന് പറയും, സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ്. ഭൂമിയിലല്ലാത്ത ജീവജാലങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം. അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിൽ കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. കാൾസാഗനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ പ്യൂട്ടോറിക്കായിൽ ഒരു 1000 ഫുട്ട് റേഡിയോ ടെലസ്കോപ്പ് വെച്ചിരിക്കുകയാണ്. 1000 അടി ഉള്ള റേഡിയോ ടെലസ്കോപ്പ്. എന്നിട്ട് അവിടെ എന്താണ് നോക്കുന്നത്? മറ്റ് ഗ്രഹങ്ങളിൽ ജീവികളുണ്ടെങ്കിൽ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. റേഡിയോ വേവ്സ് വഴിയായി, റേഡിയോ സിഗ്നൽ വഴിയായിരിക്കാം കമ്മ്യൂണിക്കേറ്റ്. അങ്ങനെ ഒരു മെസ്സേജ് കിട്ടുകയാണെങ്കിൽ അവിടെ ജീവികളുണ്ടെന്നതിൻ്റെ അർത്ഥമാണ്. കാൾസാഗൻ പറഞ്ഞ് എ സിംഗിൾ മെസ്സേജ് ഈസ് സഫിഷ്യൻറ്റ് ടു പ്രൂവ് ദാറ്റ് ദർ ഈസ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ്. ഒറ്റ മെസ്സേജ് കിട്ടിയാൽ മതി. പ്രതീക്ഷിച്ച് അനേകം റേഡിയോ ടെലസ്കോപ്പ് വെച്ച് ഫ്യൂട്ടർക്കായാലൊക്കെ നോക്കി, നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഒറ്റ മെസ്സേജും കിട്ടിയില്ല. നമ്മളൊരു മെസ്സേജ് കിട്ടിയാൽ അതിൻ്റെ ലോജിക്കലായിട്ടുള്ള അർത്ഥം എന്താണ്? മെസ്സേജ് ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് സെൻറ്റർ വേണം, ആശയങ്ങൾ അയച്ച ഒരു ബുദ്ധി സംവിധാനം വേണം, അല്ലെങ്കിൽ ജീവികൾ വേണം. ജീവികളെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയാനൊക്കത്തില്ല. മെസ്സേജ് ഉണ്ടോ? മെസ്സേജ് സെൻറ്റർ വേണം. അതാണ് യുക്തി. മെസ്സേജ് സെൻറ്റർ വേണം. മെസ്സേജ് സെൻറ്ററിൻ്റെ ബയോഡാറ്റ ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ പറയും അവിടെ ജീവികളുണ്ട്, ജീവികൾ അയച്ച മെസ്സേജാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കണ്ടത് അധികം സമയം എടുക്കുന്നില്ല, ലോജിക്കലായിട്ട് നമ്മൾ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞ പോലെ ഈ ഒന്നാമത്തെ ഫോർമുലയാണോ രണ്ടാമത്തെ ഫോർമുലയാണോ ഏതാണ് യുക്തിക്ക് ചേരുന്നത്? ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള നമുക്ക് തീരുമാനം എടുക്കാൻ നോക്കും. അധികം സമയം എടുക്കത്തില്ല. അപ്പോൾ ജീവനെക്കുറിച്ച് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ ചില ബുദ്ധിമുട്ടാണ്, ശാസ്ത്രലോകത്തിന് ബുദ്ധിമുട്ടാണ്. വാട്ട് ഈസ് ലൈഫ്? ലൈഫ് എന്നതിനെ സാധാരണ ഞാൻ കേൾക്കുന്നത് ജീവൻ്റെ ഉള്ള ജീവികളിലെ ചില ക്യാരക്ടേഴ്സ് അവർ പറയും. ഗ്രോത്ത്, വളർച്ചയുണ്ട്, ജീവികൾക്ക് വളർച്ചയുണ്ട്. മെറ്റബോളിസം ഉണ്ട്, അതിനകത്ത് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസൊക്കെ ജീവികൾ നടക്കുന്നുണ്ട്, മെറ്റബോളിക് റിയാക്ഷൻസ് ഉണ്ട്. പിന്നെ ഹോമിയോസ്റ്റസിസ് ഉണ്ട്, ചുറ്റുപാടും എങ്ങനെയാണെങ്കിലും ജീവികളിൽ ആ ചില കാര്യങ്ങളെല്ലാം ഒരേ രീതിയിൽ വെക്കണം. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ, ഇവിടെ ടെമ്പറേച്ചർ കൂടി, എൻ്റെ ബ്ലഡിനകത്ത് ടെമ്പറേച്ചർ കൂടി വന്നു. അത് എൻ്റെ ഹൈപ്പോതലാമസ് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നുകിൽ ഞാൻ വേർക്കും. നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഇടയ്ക്കൊക്കെ വേർക്കുന്നു. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വേർക്കുമ്പോൾ എൻ്റെ ടെമ്പറേച്ചർ നോർമലിലേക്ക് കൊണ്ടുവരും. ഇനി തണുപ്പാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, എൻ്റെ ഹൈപ്പോതലാമസ് അതെല്ലാം ശ്രദ്ധിക്കോളും, ഷിവർ ചെയ്യും, വിറച്ച് ടെമ്പറേച്ചർ കുറയ്ക്കും. ഇതിന് ഹോമിയോസ്റ്റസിസ് എന്ന് പറയും. ഒരേ ടെമ്പറേച്ചർ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ പ്രഷർ, ബ്ലഡ് ഷുഗർ എല്ലാം പല പാരാമീറ്റേഴ്സ്. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ബോഡിയിലുണ്ട്. അതായത് ഒരേ സ്റ്റെസിസ്, ഒരേ സ്ഥിതിയിലേക്ക് ശരീരത്തിൻ്റെ പല പാരാമീറ്റേഴ്സും വെക്കുന്നു. പിന്നെ ഡെത്തുണ്ട്, കുറേ കഴിയുമ്പോൾ ജീവി മരിക്കും. പിന്നെ റെസ്പോൺസ് സിസ്റ്റമിലേ നമ്മളെ കുത്തിയാൽ, മുറിവേൽപ്പിച്ചാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ഇങ്ങനെ ജീവികളിലെ ചില ക്യാരക്ടേഴ്സ് പറയുന്നല്ലാതെ
വാട്ട് ഈസ് ലൈഫ് എന്നുള്ള പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് നോക്കാം. ക്ലാസ്സിൻ്റെ അവസാനമാകുമ്പോൾ ലൈഫിനെക്കുറിച്ചൊരു ഡെഫിനിഷൻ നമുക്ക് ഒരു കുറച്ചുകൂടെ ഭംഗിയായ ഒരു ഡെഫിനിഷൻ നമുക്ക് കിട്ടാൻ ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫ് എന്താണെന്നുള്ളത് അറിയാം. ലൈഫിലെ ഒരു ബേസിക് യൂണിറ്റ് കോശം അല്ലെങ്കിൽ സെല്ലാണ്. സെൽ എങ്ങനെ ഉണ്ടായി, ജീവൻ എങ്ങനെ ഉണ്ടായെന്ന് പറയാം. അപ്പോൾ സെല്ലിൻ്റെ വലിപ്പം അറിയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. സെല്ലിൻ്റെ വലിപ്പം നിങ്ങൾ സെൻറ്റിമീറ്റർ അറിയാം. 10 മില്ലിമീറ്റർ കൂടുമ്പോൾ 1 സെൻറ്റിമീറ്ററായി. അപ്പോൾ 1 മില്ലിമീറ്ററിൻ്റെ വലിപ്പം എന്താണെന്നറിയാം. 1 മില്ലിമീറ്ററിനെ 1000 ഡിവൈഡ് ചെയ്താൽ അതിലൊരു ഭാഗത്തിന് ഒരു 1 മൈക്രോൺ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ആനിമൽ സെല്ല് ഒരു 10 മൈക്രോൺ കാണും. പ്ലാന്റ് സെല്ല് ഒരു 50 മൈക്രോൺ കാണും. ബാക്ടീരിയ ഒരു 2 മൈക്രോൺ ഒക്കെ കാണും ബാക്ടീരിയ. ഈസ്റ്റ് ഒരു 5 മൈക്രോൺ കാണും. അപ്പം സെല്ലിൻ്റെ വലിപ്പം തീരെ ചെറുതാണ്. ഐസക് അസിമോവിൻ്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന സൈഗോട്ടുണ്ടല്ലോ, അതിൻ്റെ വലിപ്പം ഒരു സൈഗോട്ടുണ്ടാകുന്നത് ഒരു എഗ്ഗും സ്പേമും കൂടെ ചേരുന്നു. അദ്ദേഹത്തിൻ്റെ ബുക്കിനകത്ത് ഞാൻ വായിച്ചത് ഒരു എഗ്ഗിൻ്റെ വലിപ്പം 1/200 ഇഞ്ച്. 1 ഇഞ്ചിനെ 200 ഡിവൈഡ് ചെയ്തതിൻ്റെ ഒരു ഭാഗമേ കാണത്തുള്ളൂ അണ്ടം. സ്ത്രീകളെല്ലാ മാസവും പ്രൊഡ്യൂസ് ചെയ്യുന്ന അണ്ടം. സ്പേം അല്ലെങ്കിൽ ബീജത്തിന് 1/80,000 എഗ്ഗാണ്. ഒരു എഗ്ഗിൻ്റെ 80,000 ഭാഗമേ കാണത്തുള്ളൂ ഒരു സ്പേം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ടം. ഒരു ഫുൾ സ്റ്റോപ്പിൻ്റെ വലിപ്പം പോലും ഇല്ല നമ്മൾ ജനിച്ച ദിവസം. അപ്പോൾ എന്നാൽ ന്യൂറോൺസിനൊക്കെ വലിപ്പം കൂടുതലുണ്ട്. നമ്മുടെ ശരീരത്തിലെ ന്യൂറോൺസിനൊക്കെ വലിപ്പം കൂടുതലുണ്ട്. സാധാരണ ആവറേജ് സെല്ല് ഒരു 10 മൈക്രോൺ അല്ലെങ്കിൽ 20 മൈക്രോൺ വരും. ഈ സെല്ല് ആണ് ഒരു ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സെല്ല് ഒന്നാമത്തെ ഫോർമുല അനുസരിച്ചോ രണ്ടാമത്തെ ഫോർമുല അനുസരിച്ചോ വരും എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ചെലുത്തുകയാണ്. അപ്പോൾ ഇന്ന് ശാസ്ത്രലോകം ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് എന്താണെന്ന് പറയുന്നറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഡാർവിൻ്റെ ബുക്കിൻ്റെ 1859 അദ്ദേഹത്തിൻ്റെ കോശത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സെൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു. ജീവൻ എങ്ങനെ ഉണ്ടായതിനെക്കുറിച്ചും അദ്ദേഹം ഒന്നും പ്രതിപാദിച്ചില്ല. എന്നാൽ സോവിയറ്റ് യൂണിയനിലെ ശാസ്ത്രജ്ഞന്മാർ ഒപ്പാറിനെ പോലുള്ളവരെ അവർ 1920കളിൽ പ്രസിദ്ധപ്പെടുത്തിയ ബുക്കിനകത്ത് അവരിങ്ങനെ പറഞ്ഞു, നമ്മൾ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ, ഇപ്പോൾ കാണുന്ന അന്തരീക്ഷത്തിൽ ജീവകോശം ഉണ്ടാകത്തില്ല. മറിച്ച് ഒരു റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതായത് മീഥെയ്ൻ, അമോണിയ, ഹൈഡ്രജൻ, വെള്ളമൊക്കെയുള്ള അന്തരീക്ഷത്തിൽ അങ്ങനെയായിരിക്കും ജീവൻ ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. കാരണം ഓക്സിജൻ ഉള്ളപ്പോൾ ഇങ്ങനത്തെ ഉള്ള ജീവകോശം ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയറിൽ പ്രപഞ്ചത്തിലെ ശക്തികൾ അല്ലെങ്കിൽ സൂര്യപ്രകാശം, ഇടിമിന്നലുകൾ, അതുപോലുള്ള ഊർജം കിട്ടുന്ന കാര്യങ്ങൾ ഈ അറ്റ്മോസ്ഫിയറിൽ പ്രതിപ്രവർത്തിച്ചിട്ടുണ്ട്. മീഥേൻ, അമോണിയ, ഹൈഡ്രജനിലൊക്കെ പ്രതിപ്രവർത്തിച്ച് അമിനോ ആസിഡുകൾ ഉണ്ടായിക്കാണും. അമിനോ ആസിഡുകൾ അന്തരീക്ഷത്തിലാണല്ലോ ഉണ്ടാകുന്നത്. അത് ഒരു 2-2.5 വർഷം കൊണ്ട് ഒഴുകി കടലിൽ വന്ന് വീണ് കാണും. കടലൊരു കെമിക്കൽ സൂപ്പ് പോലെ ആയി കാണും. എന്നിട്ട് ഈ കടലിലാണ് ഏകോശ ജീവി ഉണ്ടായത് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റായിട്ട് ജീവൻ്റെ ഉൽപ്പത്തി നിൽക്കുമ്പോൾ 1953 അടുത്ത് 52 എന്ന് പറയാം, ഹാരോൾഡ് റേ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ്റെ കീഴിൽ, അദ്ദേഹം കെമിസ്ട്രി നോബൽ പ്രൈസ് കിട്ടിയ ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്റ്റാൻലി മില്ലർ എന്ന് പറഞ്ഞ 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ റിസർച്ച് സ്റ്റുഡൻ്റായിട്ട് ചേർന്നു. അപ്പോൾ ശാസ്ത്രലോകത്തിന് ഒരു കീറാമുട്ടിയാണ് ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. പിടിയില്ല. എങ്ങനെയാണ് ജീവൻ ഉണ്ടായി, ആദ്യ കോശം എങ്ങനെ ഉണ്ടായി, പിടിയില്ല. അപ്പോൾ ജീവനിലുള്ള വസ്തുക്കൾ എന്താണ്, കോശത്തിലുള്ള വസ്തുക്കൾ എന്താണ്? കോശത്തിലുള്ള വസ്തുക്കൾ പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, അത് അന്നറിയത്തില്ല, ന്യൂക്ലിക് ആസിഡ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഇതൊക്കെയാണ്. ഇതുകൊണ്ടാണ് കോശം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനം പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്നുള്ള അർത്ഥം തന്നെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും പ്രാധാന്യമേറിയത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്
ഒപ്പാറിനെ പോലെ ഹാൽഡെയിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാരെ ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞിരുന്നത്. പ്രോട്ടീൻ എങ്ങനെ ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ എങ്ങനെ ഉണ്ടായെന്ന് പറയാം. ഇതാരും പരീക്ഷണശാലയിൽ ചെയ്തില്ല. ഹാരോൾഡ് ലുറയുടെ സ്റ്റുഡൻ്റ് മില്ലറും ഹാരോൾഡ് ലുറയും കൂടെ ഈ അന്തരീക്ഷം പരീക്ഷണശാലയിൽ ആവർത്തിക്കാൻ നോക്കുക. പഴയ അന്തരീക്ഷം, ആദ്യ ഭൂമിയിലെ അന്തരീക്ഷം, റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ, അത് പരീക്ഷണശാലയിൽ ആവർത്തിക്കുക. അവർ ചെയ്ത പരീക്ഷണം അപ്പാരറ്റൈസ് പോലെ ഇതുപോലൊരു ഫ്ലാസ്കിനകത്ത് മീഥൈൻ CH4, അമോണിയ NH3, ഹൈഡ്രജൻ, H2O വാട്ടർ, ഇതുപോലുള്ള ഇതെല്ലാം ഇത് ചെയ്തു. നമുക്കറിയാം അവർ പറഞ്ഞത് സൂര്യപ്രകാശത്തിൻ്റെ ഫലമായിട്ടോ ഇടിമിന്നലിലുള്ള ഫലമായിട്ടോ ഈ ഊർജം ഇതിൽ പ്രവർത്തിച്ച് അമിനോ ആസിഡ് ഉണ്ടായി കാണും, അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടായി കാണും. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇലക്ട്രിസിറ്റി കൊടുത്തു, ഇലക്ട്രിക് ആർക്ക്. അങ്ങനെ ഒരാഴ്ച ഈ ഗ്യാസസ് ഈ അന്തരീക്ഷത്തെ ഇലക്ട്രിക് ആർക്ക് കൊണ്ട് കൊടുക്കുകയും, ഇപ്പോൾ ചൂടാവുമല്ലോ നാച്ചുറലായിട്ട്, ഉടനെ തണുപ്പിച്ച് അത് ഒരു യൂട്രാപ്പിനകത്ത് കളക്ട് ചെയ്ത് വളരെ അത്ഭുതകരമായിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് അമിനോ ആസിഡുണ്ട്. അന്നത്തെ പത്രത്തിനകത്തെല്ലാം വലിയൊരു കണ്ടുപിടുത്തമാണല്ലോ. അമിനോ ആസിഡ് കണ്ടുപിടിച്ചു. പത്രത്തിനകത്തെല്ലാം ഉള്ള പ്രധാനപ്പെട്ട വാർത്ത എന്താ? ജീവൻ ടെസ്റ്റ് ട്യൂബിനകത്ത് കണ്ടുപിടിച്ചു, ടെസ്റ്റ് ട്യൂബിനകത്ത് ഉണ്ടാക്കി. എന്താണ്? ചില അമിനോ ആസിഡ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ പ്രോട്ടീൻ്റെ ഘടകങ്ങളായ അമിനോ ആസിഡ് കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഈ സൊല്യൂഷനിൽ എന്തൊക്കെയാണ്? 85% ടാറാണ്. ടാർ ടോക്സിക്കാണ്. പിന്നെ 13% കാർബോസിലിക് ആസിഡാണ്. 85 + 13 98% ആയി. പിന്നെ 2% ഉള്ളൂ. 2% ഗ്ലൈസിൻ എന്ന് പറഞ്ഞ ഏറ്റവും സിമ്പിളായിട്ടുള്ള അമിനോ ആസിഡ് 1.05% ഗ്ലൈസിൻ. പിന്നെ അലനൈൻ, നെക്സ്റ്റ് ഹയർ അമിനോ ആസിഡ് അലനൈൻ 0.85%. പിന്നെ കുറച്ച് ട്രേസ് അമിനോ ആസിഡ് കിട്ടിയപ്പോൾ എന്തൊക്കെയാണ്? ഗ്ലൂട്ടാമിക് ആസിഡ്, അസ്പാർട്ടിക് ആസിഡ്, വലൈൻ, ലൂയിസിൻ, പ്രൊലൈൻ, സിറൈൻ, ത്രിയോണൈൻ, ഇങ്ങനെ ചില അമിനോ ആസിഡും കിട്ടി. എല്ലാം കൂടെ 2%. ഇതാണ് അന്നത്തെ പത്രക്കാർക്ക് ജീവൻ ടെസ്റ്റ് ട്യൂബിലുണ്ടാക്കി എന്ന് പറയുകയും കോടിക്കണക്കിന് സ്റ്റുഡൻസിനെ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പെരിമെൻ്റാണ് ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ജീവൻ ടെസ്റ്റ് ട്യൂബിനകത്ത് ഉണ്ടായെന്ന് പറഞ്ഞ് അന്ന് പത്രത്തിൽ പഠിച്ചു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ചില പ്രത്യേകത നമുക്കറിയാം. ശാസ്ത്രലോകത്തിൽ ഇന്നറിയാം പ്രോട്ടീനിൽ 20 അക്ഷരങ്ങളാണ് ഉള്ളത്. ഒരു ഭാഷ പോലെ വെക്കുകയാണെങ്കിൽ, ഭാഷ പോലെ നമ്മൾ പ്രോട്ടീനെ വിശദീകരണം കൊടുക്കുകയാണെങ്കിൽ, പ്രോട്ടീൻ ഈസ് എ 20 ലെറ്റർ ലാംഗ്വേജ്. 20 അക്ഷര ഭാഷയാണ്. 20 കുറച്ച് അമിനോ ആസിഡ് കിട്ടി എന്നേ ഉള്ളൂ. ഇത് ഭാഗ്യവശാൽ ഈ യൂട്രാപ്പിനകത്തുള്ളത് മില്ലറോ ഹാരോൾഡ് ലുറയോ വായി വെച്ച് കുടിച്ചിരുന്നെങ്കിൽ അവർ മരിച്ചു പോയേനെ. കാരണം 98% പോയിസണാണ്. ഈ പോയിസൺ കഴിച്ചാൽ മരിച്ചു പോയേനെ. 2% ഉള്ളൂ അമിനോ ആസിഡ് കിട്ടിയത്. അപ്പോൾ ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിങ്ങൾ വായിച്ചാൽ, എവിടെ വായിച്ചാലും ഈ ആശയങ്ങളാണ് ഈ ബുക്കിനകത്ത്. ശാസ്ത്രസാഹിത്യ പ്രസിദ്ധപ്പെടുത്തിയ പരിണാമം എന്ന ബുക്കിനകത്തും ഈ ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മില്ലറിൻ്റെ എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ബുക്ക് നോക്കിയാലും മില്ലറിൻ്റെ എക്സ്പെരിമെൻ്റ് കാണാതിരിക്കത്തില്ല. കാരണം ജീവൻ ഉണ്ടാകണമല്ലോ, ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണമല്ലോ. ഈ എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അമിനോ ആസിഡ് ഉണ്ടായില്ല. ഈ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ കുറേ സമയമെടുക്കും. ഈ 2% കിട്ടിയ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് എങ്കിലും ഞാൻ ചുരുക്കി 1-2 വാക്യം പറയാം. നിങ്ങൾ ആംബുലൻസ് എന്നുള്ള ചില ആംബുലൻസിൽ എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ തൊട്ടടുത്ത് തന്നെ എന്തോ ഒരു വല്ലായ്മയിൽ എഴുതിയിരിക്കുന്ന ആംബുലൻസ് കണ്ടിട്ടുണ്ടോ? അതെന്താണെന്ന് അറിയാവോ?
നമ്മളൊരു കാറിൽ പോവുകയാണെങ്കിൽ ആംബുലൻസുകാർ വരുമ്പോൾ നമുക്ക് വായിക്കണം, ആംബുലൻസ് പുറകിലുണ്ടെന്നുള്ളത് വായിക്കും. മിററിൽ കൂടെ വായിക്കുമ്പോൾ വായിക്കണം. അതിന് മിറർ ഇമേജ് എന്ന് പറയും. ഈ 26 അക്ഷരത്തിന് മിറർ ഇമേജ് ഉണ്ട്. പക്ഷെ ഓയ്ക്ക് മിറർ ഇമേജ് ഇല്ല. ബാക്കി എ ബി സി ഇതിനെല്ലാം മിറർ ഇമേജ് ഉണ്ട്. നമ്മൾ മിററിൽ കൂടെ നോക്കിയാൽ നമ്മൾ മറ്റ് ആംബുലൻസിൽ നിന്ന് നേരെ വായിക്കുന്ന പോലെ തന്നെ ആംബുലൻസ് വായിക്കണം. അതുകൊണ്ട് മിറർ ഇമേജിലാണ് ഈ അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ ലോകത്തിലെ 20 അമിനോ ആസിഡ് കൊണ്ടാണ് ലോകത്തിലെ ജീവജാലങ്ങളെല്ലാം നിർമ്മിച്ചെങ്കിൽ 19 അമിനോ ആസിഡിനും മിറർ ഇമേജ് ഉണ്ട്. ഗ്ലൈസിൻ ഇല്ല. ഞാൻ പറഞ്ഞില്ല ഓയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഗ്ലൈസിൻ ഇല്ല. ബാക്കി 19നും ഇടതുപക്ഷ അമിനോ ആസിഡും ഉണ്ട്, വലതുപക്ഷ അമിനോ ആസിഡുണ്ട്. ആറ്റംസ് എല്ലാം സെയിമാണ്. എൻ്റെ ഇടത് കൈ ഈസ് എ മിറർ ഇമേജ് ഓഫ് മൈ റൈറ്റ് ഹാൻഡ്. മൈ ലെഫ്റ്റ് ഹാൻഡ് ഈസ് ദ മിറർ ഇമേജ് ഓഫ് മൈ റൈറ്റ് ഹാൻഡ്. ഇതിവിടെ ഒരു മിറർ ഉണ്ടെങ്കിൽ ഈ മിററിൽ കാണുന്ന രീതിയാണ് ഈ ഇതുപോലെ. അങ്ങനെയെങ്കിൽ മില്ലറിൻ്റെ പരീക്ഷണശാലയിൽ ഉണ്ടാക്കിയ അമിനോ ആസിഡിൽ 50% ലെഫ്റ്റും 50% റൈറ്റും ആയിരിക്കും. ഇത് ബയോളജിക്കലി ആക്റ്റീവ് അമിനോ ആസിഡ് അല്ല. പോട്ടെ, അമിനോ ആസിഡിനെ കുറിച്ച് ഞാൻ അത്രയും പറയുന്നു. ഇത് ഒരു കാലഹരണപ്പെട്ട എക്സ്പെരിമെൻ്റ് ആണെങ്കിലും ലോകത്തിലെ നാനാഭാഗങ്ങളിലെ ടെക്സ്റ്റ് ബുക്കിനകത്തും ഈ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് പഠിക്കാനുണ്ട്. എല്ലായിടത്തും ഈ എക്സ്പെരിമെൻ്റാണ് ജീവൻ എങ്ങനെ ഉണ്ടായെന്നുള്ള എക്സ്പെരിമെൻ്റ്. ഇനിയും ജീവൻ എങ്ങനെ ഉണ്ടായെന്നുള്ളതിനെ കുറിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധപ്പെടുത്തിയ ബുക്കിനകത്തുള്ളത് ഞാൻ വായിക്കാം. ജീവോൽപത്തി ചില ആധുനിക സിദ്ധാന്തങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ എൻ നമ്പൂതിരി സാറ് ശാസ്ത്രഗതി എന്ന മാസികയിൽ എഴുതിയ ഒരു ലേഖനം നിങ്ങളുടെ അറിവിനായിട്ട് ഞാൻ തരികയാണ്. 1984 മെയ് മാസത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാം. മനുഷ്യനും മുറ്റത്തെ മുല്ലയും മണ്ണിലെ ബാക്ടീരിയയും കൊലപാതകളും എല്ലാം തമ്മിൽ ചാർച്ചക്കാരാണ്, റിലേറ്റീവ്സാണ്. കാരണം എല്ലാവരിലും പ്രോട്ടീനുമുണ്ട്, ന്യൂക്ലിക് ആസിഡുമുണ്ട്. അപ്പോൾ ഒരു കോശത്തിലെ പ്രധാനപ്പെട്ട ജൈവവസ്തുക്കളാണ് പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും. ഈ പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡ് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയാം. ജീവോൽപത്തിയിലെ ആധുനിക സിദ്ധാന്തങ്ങൾ. ജീവോൽപത്തി ചില ആധുനിക ഡോക്ടർ നമ്പൂതിരി സാറ്, അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിരുന്നു. അതുപോലെ ഇത് എഴുതുന്ന സമയത്ത് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഡയറക്ടറായിരുന്ന കാലത്താണ് ഈ ശാസ്ത്രഗതിയിൽ ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആശയം, അല്ലെ ജീവൻ എങ്ങനെ ഉണ്ടായെന്നുള്ള ആശയം, പൊതുവെ ശാസ്ത്രന്മാരുടെ ആശയം, കോശത്തിലെ പ്രധാനപ്പെട്ട ജൈവവസ്തുവായ പ്രോട്ടീൻ എങ്ങനെ ഉണ്ടായി, ന്യൂക്ലിക് ആസിഡ് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ജീവനുണ്ട്. ഇത് കഴിഞ്ഞ് അദ്ദേഹം നമ്മളിപ്പോൾ പ്രതിപാദിച്ച ഒപ്പാറിൻ, യൂറി, മില്ലർ, ഒപ്പാറിൻ്റെ ആശയങ്ങൾ, ഹാരോൾഡ് റിയുടെ, മില്ലറുടെ, ഈ 3 പേരുടെയും കുറിച്ച് ആ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കോശത്തിൻ്റെ പടം നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് ഭാഗങ്ങളുണ്ട്. കോശത്തിന് ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്തിലെല്ലാം അത് നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ന്യൂക്ലിക് ആസിഡ് ഇതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ന്യൂക്ലിക് ആസിഡ് പ്രോട്ടീൻ എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ജീവൻ എങ്ങനെ ഉണ്ടായെന്ന് പറയാം. ഇതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. എനിക്ക് എഴുത്തും വായനയും അറിയാൻ മേലാത്ത വ്യക്തിയാണ് ഞാൻ. ഈ പുസ്തകം വായിക്കാൻ നോക്കുമ്പോഴത്തേക്കും എനിക്കറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പേപ്പറുണ്ട്, പിന്നെ പ്രിൻറ്റിങ് മെഷീനുണ്ട്, പിന്നെ നൂലുണ്ട്, കുറച്ച് പശയുണ്ട്. ഈ ബുക്ക് നോക്കുമ്പോഴും അത് തന്നെ, പേപ്പറ്, മഷി, നൂല്, പശ, ബുക്കെല്ലാം ഈ ബുക്കിനകത്തും അത് തന്നെ, പേപ്പറും നൂലും മഷിയും പശയും. എനിക്ക് എഴുതാൻ അറിയത്തില്ല, വായിക്കാനും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ ബുക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ പേപ്പറും നൂലും മഷിയും പശയും. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് തോന്നി, ഞാനൊരു ട്യൂട്ടർ എടുக்க പോവാം. അദ്ദേഹം എന്നെ ആദ്യത്തെ ദിവസം തന്നെ ABCD പഠിപ്പിച്ചു. ABCD എത്ര വർഷങ്ങളാണ്? 4 അല്ല 26 വർഷങ്ങൾ പഠിപ്പിച്ചു. 26 വർഷം പഠിപ്പിച്ചാൽ നീ ഇന്ന് ഇത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് പഠിച്ചു. പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് ഈ പുസ്തകങ്ങൾ നോക്കുമ്പോൾ എന്തുമാത്രം ABCDകളാണ്. ഈ ബുക്കിനകത്ത് ABCDകൾ, ഈ ബുക്കിനകത്ത് ABCDകൾ. ബുക്കുകളെന്ന് പറഞ്ഞാൽ ABCDകൾ ചേർന്നാണ്. ഞാൻ യുക്തിവാദിയാണ്, എൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. എല്ലാ ബുക്കിനകത്തും ABCDകളുണ്ട്. ABCDകൾ ചേർന്ന ബുക്കുണ്ടാകും. മൂന്നാമത്
ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് DNA കുറിച്ചുള്ള സിഗ്നേച്ചർ ഇൻ ദ സെൽ, DNA ആൻഡ് ദ എവിഡൻസ് ഓഫ് ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ്. DNA കുറിച്ച് പറയുന്നൊരു ബുക്കാണ് ഇത്. ഒറിജിനെക്കുറിച്ച് പറയുന്നൊരു ബുക്കാണ്. ഏതാ? ജീവൻ എങ്ങനെ ഉണ്ടായെന്നുള്ളതിൻ്റെ പല വശങ്ങൾ റോബർട്ട് ഷാപ്പിറോ എഴുതിയാണ്. ഇത് നോട്ട് ബൈ ചാൻസ് ഡോക്ടർ ലീസ് പെറ്റ്നർ എന്ന് പറഞ്ഞ ഒരു ഇസ്രയേലുകാരൻ എഴുതിയിരിക്കുന്ന ബുക്കാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ബുക്കിനകത്ത് ഓരോ വിഷയങ്ങളാണ്. എൻ്റെ ആദ്യത്തെ കൺക്ലൂഷൻ ഇതാണ്, എഴുത്തും വായന അറിയത്തില്ല, ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല, ഞാൻ പറയും പേപ്പർ മഷിയെന്ന് പറയും. നിർഭാഗ്യവശാൽ ഈ ലോജിക്കാണ് ഈ ആധുനിക ശാസ്ത്രത്തിലെ നമുക്ക് കിട്ടുന്നത്. പ്രോട്ടീൻ ന്യൂക്ലിക് ആസിഡ് എങ്ങനെ ഉണ്ടായി, ജീവൻ എങ്ങനെ ഉണ്ടായെന്ന് പറയും. എന്നാൽ ശാസ്ത്രം വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും മനസ്സിലാകുന്ന ഒരു കാര്യം, പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു ഭാഷ പോലെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 20 വർഷ ഭാഷയാണ്. ഇംഗ്ലീഷിന് 26 അക്ഷരങ്ങളുള്ള പോലെ പ്രോട്ടീൻ ഭാഷ 20 അമിനോ ആസിഡാണ്. അത് ഞാൻ കാണിക്കാം. 20 അമിനോ ആസിഡ്. ഈ 20 അമിനോ ആസിഡ് പല രീതിയിൽ ജോയിൻ ചെയ്ത് വരുമ്പോൾ പല ടൈപ്പ് പ്രോട്ടീൻ ഉണ്ടാകും. ശാസ്ത്രലോകത്തിന് ആദ്യത്തെ പ്രോട്ടീൻ വെളിപ്പെടുത്തിയത് 1960കളിലാണ്. ഇൻസുലിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇൻസുലിൻ, ഡയബറ്റിക് ഉള്ളവർക്ക് ഇൻസുലിൻ 51 അക്ഷരങ്ങളുണ്ട്. ഇൻസുലിൻ 2 ചെയിനിലാണ് കിടക്കുന്നത്, 30ഉം 21ഉം രണ്ടും കൂടെ ഉണ്ട്. നമ്മളൊരു ഇംഗ്ലീഷ് പാരഗ്രാഫ് എഴുതിയാൽ എല്ലാ 26 ഉപയോഗിക്കുമോ? ഇല്ല. ചിലപ്പോൾ നമ്മുടെ പാരഗ്രാഫ് 500 അക്ഷരങ്ങൾ കാണും, അതിനകത്ത് Z കാണണമെന്നില്ല, X കാണണമെന്നില്ല, Q കാണണമെന്നില്ല. എന്നാലും നമ്മൾ പറയും 26 അക്ഷരമുള്ള ഇംഗ്ലീഷ് ഭാഷ കൊണ്ടാണ് ഈ പാരഗ്രാഫ് എഴുതിയിരിക്കുന്നത്, 500 അക്ഷരമുള്ള പാരഗ്രാഫ് എന്ന് പറഞ്ഞ പോലെ 51 അക്ഷരമുള്ള ഇൻസുലിന് 17 അക്ഷരങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളൂ 20-ൽ. ദാറ്റ് മീൻസ് ഒരക്ഷരം തന്നെ പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ നോബൽ പ്രൈസ് കൊടുത്തു. ഈ സീക്വൻസ് കണ്ടുപിടിച്ച ഇൻസുലിന് സീക്വൻസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഇൻസുലിന്, മനുഷ്യനുള്ള ഇൻസുലിനും പശുവിൻ്റെ ഇൻസുലിനും പിഗ്ഗി എന്നുള്ള ഇൻസുലിൻ തമ്മിൽ വല്ല 1-2 അക്ഷരത്തിൻ്റെ വ്യത്യാസങ്ങൾ കാണും. എന്നാലും ക്രമീകൃതമായ രീതിയിൽ ഈ അമിനോ ആസിഡുകൾ ഉപയോഗിച്ച് ഒരു ഭാഷയിൽ എഴുതുന്ന പോലെയാണ് ഇൻസുലിൻ കിടക്കുന്നത്. നമ്മുടെ ബ്ലഡിന് ഹീമോഗ്ലോബിനകത്ത് 574 അമിനോ ആസിഡാണ്. 574 ചെയിനിൽ കിടക്കുക. 146ൻ്റെ 2 ചെയിൻ, 141 2 ചെയിൻ, എല്ലാം കൂടി 4 ചെയിനിൽ 574 അമിനോ ആസിഡ് ഒരു പർട്ടിക്കുലർ സീക്വൻസാണ്. അത് ഒരു അക്ഷരം മാറിക്കഴിഞ്ഞാൽ ബ്ലഡ് ഉപയോഗമില്ലാത്ത, ഫങ്ഷൻ ചെയ്യാത്ത ബ്ലഡായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറഞ്ഞ 7ാമത്തെ നിലയിലൊരു അമിനോ ആസിഡുണ്ട്. അതിന് പകരം ലൈസീനാണ് വന്നെങ്കിൽ, ഒരു മ്യൂട്ടേഷൻ ഉണ്ടായി ലൈസീൻ വന്നു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ C ആയിരിക്കും. അതിന് പകരം വലയിൻ വന്നു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ S ആയിരിക്കും. നമുക്ക് 7ാമത്തെ സ്ട്രക്ചറായിട്ട് ഗ്ലൂട്ടാമിക് ആസിഡ് തന്നെ വേണം. എന്തെങ്കിലും മ്യൂട്ടേഷൻ കൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സിക്കിൾ സെൽ അമീബിയ, അബ്നോർമൽ ബ്ലഡാണ്, ആൾ മരിച്ചു പോകും. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേനും ചിലർ പറഞ്ഞെന്നിരിക്കും സിക്കിൾ സെൽ അമീബിയ ബ്ലഡ് ഉള്ളവർക്ക് ടൈഫോയിഡ് വരരുത്. ടൈഫോയിഡല്ല, ഒരു രോഗം വരത്തില്ല, ഞാൻ പേര് മറന്നുപോയി. ആ രോഗം വരത്തില്ലെന്ന് പറയാം, പക്ഷേ ആൾ മരിച്ച് കുറേ നാൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഈ 20 അക്ഷര ഭാഷയാണ് നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ജീവികൾക്കും ഈ 20 ലെറ്റർ ലാംഗ്വേജാണ്. അപ്പോൾ ശാസ്ത്രലോകം മനസ്സിലാക്കുന്നത് പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു ഭാഷയാണ്, ഇംഗ്ലീഷ് ഒരു ഭാഷയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബുക്കിനെക്കുറിച്ചുള്ള എൻ്റെ കൺസെപ്റ്റ് മാറി. ബുക്കിനകത്ത് പല വിഷയങ്ങളെക്കുറിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒന്നാമത്തെ റീസൺ, പേപ്പർ മഷിയും ഉണ്ടായാൽ ബുക്കുണ്ടാകുമെന്നുള്ള റീസണാണ് ജീവലോകത്ത് ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്രന്മാരുടെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ബുക്കിനകത്തൊക്കെ ഉള്ളത്. പരിണാമത്തിൻ്റെ ബുക്കിനകത്തൊക്കെ ഇതിനകത്തൊക്കെയും പ്രോട്ടീൻ എങ്ങനെ ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, ഇത് പരിണാമം എന്നാലെന്ന് പറഞ്ഞ സാഹിത്യ പരിഷത്തിൻ്റെ ബുക്കാണ്, കുഞ്ഞുണ്ണി സാറിൻ്റെ ബുക്കാണ്. അതിനകത്ത് എന്താണ്, പ്രോട്ടീനുകൾ, ലിപ്പിഡുകൾ, കാർബോഹൈഡ്രേറ്റ്, ന്യൂക്ലിക് അമ്ലം, വെള്ളം ചേരുമ്പോൾ ആദികോശം ഉണ്ടായി. ഈ ലോജിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബുക്ക് ഓറിജിനെക്കുറിച്ചുള്ള ഒരു ബുക്കാണ്, ഫേമസ് ആയിട്ടുള്ളത്, എ സ്കെപ്റ്റിക് ഗൈഡ് ടു ദ ക്രിയേഷൻ ഓഫ് ലൈഫ് ഓൺ എർത്ത്, റോബർട്ട് ഷാപ്പിറോ. ഇത് DNA റിസർച്ച് ചെയ്യുന്ന ഏത് യൂണിവേഴ്സിറ്റിയിലാണ്?
പ്രൊഫസർ ഓഫ് കെമിസ്ട്രി അറ്റ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, DNA റിസർച്ചിൽ വളരെ എക്സ്പെർട്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബുക്കിനകത്ത് ഒരു ചാപ്റ്ററുണ്ട്, ചാപ്റ്ററല്ല ഒരു ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്. 64-ാമത്തെ പേജിൽ ലാംഗ്വേജ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ലാംഗ്വേജ് ഓഫ് ലൈഫ് എന്നാൽ ജീവൻ്റെ ഭാഷകൾ. അദ്ദേഹം പറയുന്നത് ദിസ് ബുക്ക് ഈസ് റിട്ടൺ ഇൻ വൺ ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഈ പുസ്തകം ഒരു ഭാഷയിലാണ് ഇരിക്കുന്നത്, ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ പുസ്തകം ഇരിക്കുന്നത്. ദ ബാക്ടീരിയൽ ബുക്ക് ബൈ കോൺട്രാസ്റ്റ് ഈസ് റിട്ടൺ ഇൻ 4 ഡിഫറെൻറ്റ് ലാംഗ്വേജസ് which are segregated into separate sentences or chapters. Their names familiar to us from diets and works on popular science are lipids, carbohydrates, protein and nucleic acid. അതായത് ഈ പുസ്തകം ഇംഗ്ലീഷിലാണ് എഴുതിയെങ്കിൽ ബാക്ടീരിയൽ ബുക്ക് എഴുതിയിരിക്കുന്ന 4 ഭാഷകളാണ്. പ്രോട്ടീന്, ന്യൂക്ലിക് ആസിഡ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, 4 ഭാഷ. ഇനി എൻ്റെ ചോദ്യം, നമ്മൾ കാണുന്ന സെല്ലിനകത്ത് പ്രോട്ടീനുണ്ട്, ന്യൂക്ലിക് ആസിഡുണ്ട്, കാർബോഹൈഡ്രേറ്റുണ്ട്, ഫാറ്റുണ്ട്. ഫാറ്റും കാർബോഹൈഡ്രേറ്റും നമുക്ക് വിടാം. ഞാൻ ഈ ബുക്കിനകത്ത് പേപ്പറും പശയും നൂലും അങ്ങ് വിടുകയാണ്. പിന്നുള്ളത് പെൻഡിങ് മഷിയും പേപ്പറും എന്ന് പറഞ്ഞ പോലെ പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും 2 പ്രധാനപ്പെട്ടാണ്. നമ്പൂരി സാർ പറയുന്ന പോലെ തന്നെ പ്രോട്ടീൻ എങ്ങനെ ഉണ്ടായി, ന്യൂക്ലിക് ആസിഡ് എങ്ങനെ ഉണ്ടായി. എന്നാൽ ശാസ്ത്രലോകം മനസ്സിലാക്കുന്ന പ്രോട്ടീൻ ഒരു ഭാഷയാണ്. ഭാഷയുടെ പ്രത്യേകത എന്താണ്? അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാൽ വാക്കുകളുണ്ടാവും, വാക്കുകൾ ചേർത്ത് സെൻറ്റൻസ് ഉണ്ടാകും, സെൻറ്റൻസുകൾ ചേർത്താൽ പാരഗ്രാഫ് ഉണ്ടാകും, പാരഗ്രാഫ് ചേർത്താൽ അധ്യായങ്ങളുണ്ടാകും, അധ്യായങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പുസ്തകം ഉണ്ടാകും. ഈ പുസ്തകത്തിന് പല അധ്യായങ്ങളുണ്ട്, പാരഗ്രാഫുകളുണ്ട്, പാരഗ്രാഫിനകത്ത് സെൻറ്റൻസ് ഉണ്ട്, സെൻറ്റൻസുകൾ. അപ്പോൾ ചുമ്മാ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് ഒരു ബുക്ക് ഉണ്ടാകാനൊക്കത്തില്ല. ഒരു ഭാഷയില്ല ആണെങ്കിൽ ഭാഷ അറിയാവുന്നൊരു ആൾ വേണം. ഒരു ഭാഷയ്ക്കും അക്ഷരങ്ങൾ ചേർത്തൊരു ഭാഷ ഉണ്ടാകാനൊക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറയാം, ഞാനിവിടെ 26 അക്ഷരങ്ങളുണ്ട്. ആദ്യം A എടുത്തു, N എടുത്തു, D എടുത്തു, ആൻഡ് എന്നുള്ള വാക്കെടുത്തു. നിങ്ങൾ ആൻഡ് എന്നുള്ള വാക്ക് നിങ്ങളെല്ലാവരും ജർമ്മൻകാരാണെന്ന് വെച്ചു, ജർമ്മൻ സ്റ്റുഡൻസാണ്, ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാൻ പറയുന്നു ആൻഡ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് പറയും മീനിങ്ലെസ് എന്ന് നിങ്ങൾ എന്നോട് പറയും. കാരണം എന്നാൽ നിങ്ങളുടെ ഭാഷയിൽ UND എന്ന് എഴുതണം, എന്നാലേ ഉള്ളൂ ആൻഡ് എന്നുള്ള ആശയം കിട്ടത്തുള്ളൂ. ഇംഗ്ലീഷുകാർക്കെല്ലാം ആൻഡ് എന്ന് പറഞ്ഞാൽ അറിയാം. ഇനി നിങ്ങൾ ഫ്രഞ്ചുകാരാണെന്ന് വിചാരിച്ചു, നിങ്ങൾ ET എന്ന് എഴുതിയാലേ നിങ്ങൾക്ക് ഈ അർത്ഥം കിട്ടത്തുള്ളൂ. നോർവീജിയക്കാരാണെങ്കിൽ OG എന്നാവും നോർവീജിയൻ ഭാഷ, ഫിനിഷ് ഭാഷ JA എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഒരേ കൺസെപ്റ്റ്, ഒരേ ആശയത്തിന് വാക്കുകൾ ഉപയോഗിക്കുന്ന ഓരോ ഭാഷയിലും പല വാക്കുകളാണ്. ചിലപ്പോൾ ആൽഫബറ്റ് ഒന്നായിരിക്കാം, അക്ഷരമാല 26 ഇംഗ്ലീഷ് അക്ഷരമാലയായിരിക്കാം ഈ ജർമ്മനിയിലും ഫ്രഞ്ചിലും ഒക്കെ ഉപയോഗിക്കുന്നെങ്കിലും വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്ത്യയിൽ ദേവനാഗരി ലിപി അല്ലെങ്കിൽ ഹിന്ദി ലിപിയാണ് പല ഭാഷകൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഭാഷ വാക്കുകൾ ഉണ്ട്. ഈ വാക്കുകളിൽ അർത്ഥം കൊടുക്കുന്ന ആരാണ്? ദർ ഈസ് നോ ഇൻട്രിൻസിക് മീനിങ് ഫോർ ആൻഡ് എന്നുള്ളതിന് ആ വാക്കിന് അതിൽ തന്നെ അർത്ഥമില്ല. ഇംഗ്ലീഷ് അറിയാവുന്നവർക്കെല്ലാം ആൻഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം പ്ലസ് അല്ലെ ഒരു കൺജക്ഷനാണെന്നറിയാം. അപ്പോൾ അങ്ങനെ ഒരു വാക്ക് ആൻഡ് ജർമ്മൻ ഭാഷ UND എന്ന് എഴുതും. അപ്പം അർത്ഥം പുറത്തു നിന്നാണ് കൊടുക്കുന്നത്, വാക്കുകൾക്ക് അർത്ഥം പുറത്തു നിന്നാണ്, അതിൽ തന്നെ അതിൻ്റേതായ അർത്ഥമില്ല. ഹൗസ് HOUSE ഹൗസ് എന്ന് എഴുതിയാൽ ഒരു വീടാണെന്നുള്ള കൺസെപ്റ്റ് ആർക്കാ? ഇംഗ്ലീഷ് അറിയാവുന്നവർക്കറിയാം ഹൗസ് എന്ന് പറഞ്ഞാൽ വീടാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തു നിന്നാണ്, ലാംഗ്വേജ് കൺവെൻഷനാണ് അർത്ഥം കൊടുക്കുന്നത്, തനിയെ അർത്ഥമില്ല. അപ്പോൾ നമ്മൾ കാണുന്ന ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളിലും കാണുന്ന പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട്, ഇരുപക്ഷ ഭാഷയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏകദേശം 1,00,000 പ്രോട്ടീനുകളും കുറഞ്ഞ് കാണും. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഈ കെമിക്കൽ റിയാക്ഷനെല്ലാം കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന എൻസൈം അല്ലെങ്കിൽ പ്രോട്ടീനാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആരെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ വി ആർ പ്രൊഡ്യൂസിങ് ആൻറ്റിബഡീസ് എല്ലാം പ്രോട്ടീനാണ്. ഈ 20 വർഷം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ പ്രോട്ടീന് ഡൈവേഴ്സ് ഫങ്ഷൻസാണ്, ഇഷ്ടം പോലെ ഫങ്ഷൻ, സ്ട്രക്ചറൽ ഫങ്ഷനുണ്ട്, ലോജിസ്റ്റിക് ഫങ്ഷനുണ്ട്, പല ഫങ്ഷൻസ് ഉണ്ട്. ഇൻഫാക്റ്റ് ലൈഫ് റൈറ്റ്സ് ഓൺ പ്രോട്ടീൻ എന്ന് പറയാം, പ്രോട്ടീനിലാണ് ലൈഫ് നടക്കുന്നത് പറയാം. അതുകൊണ്ടാണ് പ്രോട്ടീൻ എങ്ങനെ ഉണ്ടായാൽ ജീവൻ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അപ്പോൾ അമിനോ ആസിഡുകൾ ചുമ്മാ ചേർത്ത് വെച്ചാൽ പ്രോട്ടീൻ ഉണ്ടാകത്തില്ല, മറിച്ച്
അതിൻ്റെ സീക്വൻസൊക്കെ കറക്റ്റായിരിക്കണം. 1-2 സീക്വൻസ് തെറ്റിക്കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് ഹീമോഗ്ലോബിൻ പറഞ്ഞ പോലെ തന്നെ തെറ്റായിട്ടുള്ള പ്രോട്ടീനാണ് ഉണ്ടാകുന്നത്. അത് പ്രയോജനമില്ല, ഫങ്ഷൻ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ കണ്ടത് പ്രോട്ടീൻ എന്ന് പറഞ്ഞ ലാംഗ്വേജിലാണ് ജീവശരീരം, മനുഷ്യൻ്റെ ശരീരം, ചെടികളെ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതെല്ലാ ജീവികൾക്കും ഒരേ പ്രോട്ടീനാണ്, ഒരേ ലാംഗ്വേജാണ്, 20 ലെറ്റർ ലാംഗ്വേജാണ്. ശാസ്ത്രത്തിന് 100 കൂടുതൽ അമിനോ ആസിഡ് അറിയാം, പക്ഷേ ജീവലോകത്ത് 20 ഉള്ളൂ. ഈ 20 ഇടതുപക്ഷം നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷ അമിനോ ആസിഡ് കൊണ്ടാണ്. അങ്ങനെ ഒരു പ്രോട്ടീൻ ലാംഗ്വേജ് യാദൃച്ഛികമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുമോ? അതോ ഒരു ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലൊരു ബുദ്ധി സംവിധാനം വേണ്ടേ, തനിയെ ലാംഗ്വേജ് ഉണ്ടാവുമോ? നിങ്ങൾ ചിന്തിക്കണം. ഒന്നാമത്തെ ഫോർമുല അനുസരിച്ച് ലാംഗ്വേജ് വരുമോ? പ്രകൃതി ശക്തികളുടെയും പ്രകൃതി നിയമങ്ങളുടെയും ഫലമായിട്ട് ലാംഗ്വേജ് ഉരുത്തിരിഞ്ഞ് വരാനൊക്കുമോ? അതോ ഒരു ബുദ്ധി സംവിധാനത്തിൻ്റെ പ്രവർത്തനമായ ലാംഗ്വേജ് ഉണ്ടാവുമോ? ശ്രദ്ധിക്കണം. അടുത്ത ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞല്ലോ. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ DNA RNAയുമാണ്. 1950 ശേഷമാണ് ന്യൂക്ലിക് ആസിഡിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ആശയം ശാസ്ത്രലോകത്തിന് കിട്ടി. 1953 വാട്സണും DCC വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടി DNA ഒരു മോഡൽ തന്നു. ഡബിൾ എലിക്സ് അല്ലെങ്കിൽ ചുരുളൻ ഗോവണി ഇല്ലേ, ആ മോഡൽ കൊടുത്തു. ദേ ഗോട്ട് നോബൽ പ്രൈസ് 1953. 53 ശേഷമാണ് DNA കുറിച്ച് വ്യക്തമായിട്ടൊരു അതൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ കോഡാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ കണ്ടത് 2 ഭാഷകൾ കുറഞ്ഞത്, DNA RNA, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം, ഈ ഒന്നാമത്തെ ഫോർമുല അനുസരിച്ച് പ്രോട്ടീൻ ഭാഷ ഉണ്ടാകുമോ, DNA RNA ഉണ്ടാകുമോ, യാദൃശ്യമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുമോ? അതോ രണ്ടാമത്തെ ഫോർമുലയാണോ? ഒരു ബുദ്ധി സംവിധായകൻ്റെ ആവശ്യകത ഈ ലാംഗ്വേജിൻ്റെ പുറകിലുണ്ടോ? നമുക്ക് രണ്ടാമത്തെ ഫോർമുലയായ DNA RNA ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധി സംവിധായകൻ അല്ലെങ്കിൽ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചിട്ടും വലിയ പാടാണ്. നമ്മൾ കോപ്പി ചെയ്യുകയാണ്, നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ജീവകോശത്തിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും ഉണ്ടായാൽ ലൈഫ് ഉണ്ടാകുമോ? കാർബൺ, നൈട്രജൻ, ഓക്സിജനൊക്കെ ചേർത്ത് യാദൃശ്യമായിട്ട് പ്രോട്ടീൻ ഉണ്ടാകുമോ, DNA ഉണ്ടാകുമോ എന്ന് നമ്മൾ നോക്കണം. ഒന്നാമത്തെ ഫോർമുല അനുസരിച്ച് പ്രകൃതി ശക്തികളുടെയും പ്രകൃതി. രണ്ടാമത്തെ ഫോർമുല ഉപയോഗിച്ച് പോലും നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ബയോളജിക്കലി ആക്റ്റീവ് പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടാകാനൊക്കത്തുള്ളൂ. അങ്ങനെ എളുപ്പമായിരുന്നെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ബ്ലഡൊക്കെ നമ്മൾ ഉണ്ടാക്കി ധാരാളം മാനുഫാക്ചർ ചെയ്യത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ബുദ്ധിശക്തി ഉപയോഗിക്കാതെ ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടാകാനൊക്കത്തില്ല. പ്രോട്ടീൻ മോളിക്യൂളെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിലായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു അസാധ്യമായ കാര്യമാണ് ഒന്നാമത്തെ ഫോർമുല അനുസരിച്ച് ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടാക്കുക. ഈ കറക്റ്റ് അമിനോ ആസിഡ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ അസാധ്യമായ കാര്യങ്ങളാണ്. ലാബിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും ആണ് കിട്ടുന്നത്. ഡെസ്ട്രോട്ടറി അമിനോ ആസിഡും ലെവറോട്ടറി അമിനോ ആസിഡും LND, അല്ലെങ്കിൽ ഇടതുപക്ഷം അമിനോ ആസിഡും വലതുപക്ഷം അമിനോ ആസിഡും. അതിന് രണ്ടാമത്തെ ഫോർമുലയാണ് കുറേ കൂടെ യോജിക്കുന്നത്. ഇനിയും സെല്ലിനെക്കുറിച്ച് ഇനിയും കുറച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കണം. DNA, എല്ലാ ജീവികളും ഈ DNA ലാംഗ്വേജിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഞാൻ പ്രോഗ്രാം എന്നുള്ള വാക്ക് ഞാൻ അറിയാതെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള വാക്കാണ്. കാരണം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഫോം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സൈഗോട്ടായിട്ട്, അതിനകത്ത് എന്താണ്, അതിനകത്ത് 23 ക്രോമസോം അമ്മയിൽ നിന്നും 23 ക്രോമസോം അച്ഛനും കൂടെ ചേരുമ്പോഴാണ് സൈഗോട്ട്, സിക്താണ്ഡമെന്ന് മലയാളത്തിൽ പറയും. അതിനകത്ത് എന്താണ്, 6 ബില്യൺ ന്യൂക്ലിയോടൈഡ്സ്, 6 ബില്യൺ ബേസ് പെയർസ്, അല്ലെങ്കിൽ 6 ബില്യൺ DNA അക്ഷരങ്ങളാണ് അതിനകത്ത്. അക്ഷരങ്ങളുടെ പേരെന്താണ്? അഡനൈൻ, തൈമൈൻ, ഗുവാനിൻ, സൈറ്റോസിൻ. എപ്പോഴും അഡനൈനും തൈമൈനും തമ്മിൽ ജോയിൻ ചെയ്യത്തുള്ളൂ, സൈറ്റോസിനും ഗുവാനും തമ്മിൽ ജോയിൻ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു സെല്ലിൽ, ഒരു ഹ്യൂമൻ സെല്ലിൽ 46 ക്രോമസോമിൽ 600 കോടി അക്ഷരങ്ങളുണ്ട്. അടുത്തിടയിൽ ശാസ്ത്രലോകത്തിന് തോന്നി ഇതെല്ലാം ഒന്ന് സീക്വൻസ് ചെയ്യണം. അതിന് അമേരിക്ക, ചൈന, ജപ്പാൻ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇങ്ങനെ ഒരു 6 രാജ്യങ്ങൾ പങ്കെടുത്തു. അതിനകത്ത് ചിലവ് വന്നത് 15,000 കോടി രൂപ ചിലവ് വന്നു.
$300 ബില്യൺ ചിലവ് വന്നു. 15,000 കോടി രൂപ. ഏകദേശം 10 വർഷങ്ങളെടുത്തു. അവർ സീക്വൻസ് ചെയ്തു. അതൊരു വലിയ അച്ചീവ്മെൻ്റായിട്ട് നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട കാര്യം, ഹ്യൂമൻ സെല്ലിനകത്തുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ സൈഗോട്ടിനകത്ത് ഈ DNA ഭാഷയിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു കോഴിമുട്ടയ്ക്കകത്ത് എന്താണ്, കോഴിക്കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. എന്താണ് DNA ഭാഷയിൽ കോഴിമുട്ടയ്ക്കകത്ത് പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. മൂർഖൻ പാമ്പൻ്റെ മുട്ടയിൽ മൂർഖൻ പാമ്പിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കിടക്കുന്നത്. കാര്യങ്ങളല്ല, ഞാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞത് വിവരങ്ങൾ, മൂർഖൻ പാമ്പിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ വിഷം എന്തുകൊണ്ടാണ്, അതിൻ്റെ സ്വഭാവ കാര്യങ്ങൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുട്ടയ്ക്കകത്ത്. അതിൻ്റെ ഒരു സർട്ടൻ ടൈം കഴിയുമ്പോൾ അതിൽ നിന്നൊരു മൂർഖൻ പാമ്പാണ് മുട്ടയിൽ നിന്ന് വരുന്നത്. ഒരു 21 ദിവസം കഴിയുമ്പോൾ കോഴിമുട്ടയ്ക്കകത്തുനിന്ന് കോഴിക്കുഞ്ഞാണ് പുറത്ത് വരുന്നത്. ഏകദേശം 9 മാസം കഴിയുമ്പോൾ ഒരു സിക്താണ്ട് ഹ്യൂമൻ സൈഗോട്ടിനകത്തുനിന്ന് ഒരു കുഞ്ഞ് വരികയാണ്. എവിടെ ഇരുന്ന് ഈ കുഞ്ഞ്? ഈ 46 ക്രോമസോമിൽ ഇൻഫർമേഷനായിട്ട് കിടക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ തലച്ചോറെങ്ങനെ, കണ്ണെങ്ങനെ, ഹാർട്ടെങ്ങനെ, കിഡ്നി എങ്ങനെ എല്ലാം എഴുതി വെച്ചിരിക്കുക, പ്രോഗ്രാം ചെയ്തിരിക്കുക. നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളിനെ ഞാൻ പറയാം, മൈക്രോസോഫ്റ്റിൻ്റെ ചെയർമാൻ ബിൽ ഗേറ്റ്. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാത്തൊരു ചുരുക്കമാണ്. അദ്ദേഹം പറയുന്നത് DNA ഈസ് ലൈക്ക് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം, ബട്ട് ഫാർ മോർ അഡ്വാൻസ് ദാൻ എനി സോഫ്റ്റ്വെയർ എവർ ക്രിയേറ്റഡ്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഏത് സോഫ്റ്റ്വെയറിനേക്കാളും അഡ്വാൻസ് ലെവലിലാണ് DNA എന്നാണ് ആര് പറയുന്നത്? ബിൽ ഗേറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ DNAയിലെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ കുറേ കൂടെ ശാസ്ത്രം വളരണം. അതുമാണ്. അങ്ങനെ ഓരോ സൈഗോട്ടിനകത്തും ആ ജീവിയുടെ സോഫ്റ്റ്വെയർ കിടക്കുകയാണ്, ആ ജീവിയെക്കുറിച്ചുള്ള ആശയം കിടക്കുക. അപ്പോൾ സെല്ലിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം, സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്ത് ക്രോമസോം വഴി ആ ജീവിയുടെ ആശയങ്ങൾ കിടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ലോകത്തിൽ ഏത് ജീവിയുടെയും മുട്ട, കോഴിമുട്ട, താറാമുട്ട, ഏത് മുട്ടയ്ക്കകത്തും ആ ജീവിയുടെ, ആ പക്ഷിയുടെ സോഫ്റ്റ്വെയർ കിടക്കുന്നു, അല്ലെങ്കിൽ പക്ഷിയുടെ ഇൻഫർമേഷൻ കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ 21ാമത്തെ ദിവസം ഇൻക്യുബേറ്ററിൽ നിന്ന് ഒരു കോഴിമുട്ടക്കകത്തുനിന്ന് ഒരു കോഴിക്കുഞ്ഞ് വരുന്നത്. എവിടെ ഇരുന്ന് ഈ കോഴിക്കുഞ്ഞ്? കോഴിമുട്ടയ്ക്കകത്ത് ഇൻഫർമേഷനായിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയിട്ട് കിടക്കുകയാണ്. ബിൽ ഗേറ്റിൻ്റെ ഭാഷ പറഞ്ഞ സോഫ്റ്റ്വെയർ ആയിട്ട് കിടക്കുകയാണ്. ആ സോഫ്റ്റ്വെയർ വർക്കൗട്ട് ചെയ്ത് 21ാമത്തെ ദിവസം ഒരു കോഴിക്കുഞ്ഞ് വരിക. അങ്ങനെയാണെങ്കിൽ താറാമുട്ടയ്ക്ക് 28ാമത്തെ ദിവസം 7ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും ചേർന്നാലൊന്നും സെല്ലുണ്ടാകത്തില്ല. സെല്ലിൽ ഏത് ജീവിയാണോ ആ ജീവിയെക്കുറിച്ചുള്ള ആശയങ്ങൾ DNA ഭാഷയിൽ പ്രോഗ്രാം ചെയ്യണം. ആ പ്രോഗ്രാം വർക്കൗട്ട് ചെയ്യുമ്പോഴേ ഒരു കുഞ്ഞായിട്ട് വരത്തുള്ളൂ. കോഴിക്കുഞ്ഞാണെങ്കിലും അതെ, അല്ലെങ്കിൽ ഒരു തേങ്ങയെന്ന് വെച്ചു, തെങ്ങിനെക്കുറിച്ചുള്ള ആശയങ്ങളാണ് തേങ്ങയ്ക്കകത്ത് കിടക്കുന്നത്. നമ്മളൊന്നും ചെയ്യണ്ട, മണ്ണിനകത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, എൻവയറമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തു നിന്നൊരു തെങ്ങ് ഇങ്ങനെ ഉയർന്നു വരികയാണ്. ഇലയും എല്ലാമായിട്ട് തെങ്ങ് വരികയാണ്. കുറച്ച് കഴിയുമ്പോൾ തേങ്ങ അതിലും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ചക്കൂരിനകത്ത് എന്താണ്, പ്ലാവിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ചക്കൂരിനകത്ത് കിടക്കുകയാണ്. ആ സീഡിനകത്തു നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു പ്ലാവ് വന്ന്, കുറേ കഴിയുമ്പോൾ പ്ലാവെ ചക്കയൊക്കെയാണ്. എവിടെ ഇരുന്നിത്? ഈ ചക്കൂരിനകത്തുണ്ട്, ഇൻഫർമേഷനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എൻറ്റിറ്റിയെക്കുറിച്ച് പറഞ്ഞുതരാൻ പോവാണ്. പൊതുവേ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ, ഭൗതികവാദികൾ, അവരുടെ അഭിപ്രായത്തിൽ പദാർത്ഥവും ഊർജ്ജവും എന്ന് പറഞ്ഞ 2 യാഥാർത്ഥ്യങ്ങളെ ലോകത്തിലുള്ളൂ. പല ഭൗതികവാദികൾക്കും ദൈവമോ ആരും തന്നെയില്ല. ഈ കാണുന്നതെല്ലാം നമ്മുടെ ബ്രെയിനും എല്ലാം പദാർത്ഥവും ഊർജ്ജവും. ഐ ആം ഇൻട്രൊഡ്യൂസിങ് എ 3rd ഫണ്ടമെൻ്റൽ എൻറ്റിറ്റി ഇൻ ദ യൂണിവേഴ്സ്. ആർക്കും നിഷേധിക്കാൻ പാടില്ല, ഇൻഫർമേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞു, ഹ്യൂമൻ സൈഗോട്ടിനകത്ത് ഒരു ഫുൾ സ്റ്റോപ്പിൻ്റെ വലുപ്പമുള്ള ഹ്യൂമൻ സൈഗോട്ട് എന്തുണ്ട്? നമ്മുടെ ബ്രെയിൻ എങ്ങനെ ഉണ്ടാകണം എന്നുള്ള വിവരം കിടപ്പുണ്ട്. ബ്രെയിൻ ഈസ് സപ്പോസ് ടു ബി ദ മോസ്റ്റ് കോംപ്ലക്സ് മാറ്റർ ഇൻ ദ ഹോൾ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായ പദാർത്ഥം അല്ലെങ്കിൽ മെഷീൻ എന്ന് പറയാം, അത് ബ്രെയിനാണെന്ന് പറഞ്ഞു. ഹ്യൂമൻ ബ്രെയിനാണ്. ഏത് സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാളും സങ്കീർണമാണ് ഹ്യൂമൻ ബ്രെയിൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അമേരിക്കക്കാർ പല പ്രാവശ്യം ഡീക്കേഡ് ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞ് പഠിക്കാനായിട്ട് നോക്കി.
ബ്രെയിനെ പഠിത്തം. നമ്മൾ അടുത്ത 10 വർഷം ബ്രെയിനെക്കുറിച്ച് പഠിക്കും. അമേരിക്ക മാത്രമാണോ, ഇംഗ്ലണ്ട്, ഇന്ത്യ, ലോകത്തിലെ രാഷ്ട്രങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരെല്ലാം ഹ്യൂമൻ ബ്രെയിനെക്കുറിച്ച് പഠിക്കാൻ നോക്കുകയാണ്. പഠിക്കാൻ നോക്കിയിട്ടൊന്നും തീരുന്നില്ല. പഠിച്ചിട്ട് തീരുന്നില്ല. അവർ മനസ്സിലായി ഏകദേശം 10 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. എന്ന് വെച്ചാൽ സ്പെഷ്യൽ സെല്ലുകൾ കൊണ്ടാണ് ബ്രെയിൻ ഉണ്ടായത്. 3 പൗണ്ടേ കാണത്തുള്ളൂ. അത് 10 ബില്യൺ 1000 കോടി ന്യൂറോൺസ് ഉണ്ട്. ഒരു ന്യൂറോൺ തന്നെ അവർ പറയുന്ന ഒരു 10,000 ന്യൂറോണുമായിട്ട് ഇൻ്റർ കണക്റ്റഡാണ്. ഫേമസ് ആയിട്ടുള്ള കാൾസാഗൻ പറയുന്നത് ഒരു 120 ട്രില്യൺ കണക്ഷൻസ് കാണുമെന്നാണ് ബ്രെയിന്. 120 ലക്ഷം കോടി കണക്ഷൻസ് കാണും. നമുക്ക് പേപ്പറെ വരയ്ക്കാനൊക്കത്തില്ല ബ്രെയിൻ്റെ വയറിംഗ് ഡയഗ്രം. ഈ കമ്പ്യൂട്ടറിൻ്റെ വയറിംഗ് ഡയഗ്രം വരയ്ക്കാം, പേപ്പറെ. ബ്രെയിൻ്റെ വരയ്ക്കാനൊക്കത്തില്ല, അത്ര സങ്കീർണമാണ്. ആ ബ്രെയിൻ എങ്ങനെ ഉണ്ടാകണം, അതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്, അതിൻ്റെ പ്രവർത്തന രീതി എന്താണ് എന്നെല്ലാം എവിടെ ഉണ്ട്? ഹ്യൂമൻ സൈഗോട്ടിനകത്തുണ്ട്, ഫുൾ സ്റ്റോപ്പിനകത്ത്, ഈ 46 ക്രോമസോമിൽ ഉണ്ട്. പിന്നെ ഈ ബ്രെയിൻ ഇങ്ങനെ ഇരുന്നാൽ ഒക്കുമോ? വല്ലോ തേങ്ങയോ വല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാങ്ങയോ എല്ലാം തല വീണ് കഴിഞ്ഞാൽ ബ്രെയിന് തകരാറുണ്ടാകും. അതുകൊണ്ട് നല്ലൊരു ഹെൽമറ്റ് ബ്രെയിൻ്റെ മുകളിൽ വെച്ചിരിക്കുക. അതെങ്ങനെ ഉണ്ടാകണമെന്നുള്ള ഈ സൈഗോട്ട് കിടപ്പുണ്ട്. പിന്നെ നമുക്ക് 2 കണ്ണാണ്. 2 കണ്ണെന്ന് പറഞ്ഞാൽ കണ്ണ് റോഡ്സും കോൺസും കൊണ്ടുള്ള സ്പെഷ്യൽ സെല്ലുകളുണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അതായത് 13 കോടി റോഡ്സും 70 ലക്ഷം കോൺസും വേണമെന്നാണ് പറയുന്നത്. നമ്മൾ കാണുന്നതെല്ലാം റെറ്റീനായിൽ തലതിരിഞ്ഞാണ് വീഴുന്നത്. റെറ്റീനായിൽ ഒരു ഇലക്ട്രോണിക് ഇൻ്റർഫേസ് ഉണ്ട്. ഇലക്ട്രോണിക് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന റെറ്റീനായി വീഴുന്നത് മുഴുവൻ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഈ മൈക്രോഫോണിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോഫോണിൽ അത് ഇലക്ട്രിക് സിഗ്നലായിട്ട് മാറി ആണ് നിങ്ങൾക്ക് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം ലൈറ്റ് ഇലക്ട്രിസിറ്റി ആകും. ഇത് 3 ലക്ഷം ഒപ്റ്റിക് നെർവ്സ് വഴി കണക്ഷൻ കൊടുത്തിരിക്കുക ബ്രെയിനുമായിട്ട്. ബ്രെയിനാണ് ഡീകോഡ് ചെയ്യുന്നത് പറയാം. ഈ 3 ലക്ഷം ഒപ്റ്റിക് നെർവ്സ് ഇല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ട് കാര്യമില്ല. ബ്രെയിന് ഡീകോഡ് ചെയ്യാനൊക്കത്തില്ല. നമ്മളൊരു ബ്ലൈൻഡ് മാനായിപ്പോകും. അപ്പോൾ 2 കണ്ണിരുന്നുകൊണ്ട് കാര്യമില്ല. അത് 3 ലക്ഷം ഒപ്റ്റിക് നെർവ്സ് വഴി ബ്രെയിൻ അത് ഡീകോഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നത് നിങ്ങൾ ചെവി കൊണ്ടാണ്. ചെവിയിൽ എന്താ സംഭവിക്കുന്നത്? ഈ ശബ്ദങ്ങളെല്ലാം ഇലക്ട്രിക് സിഗ്നലായിട്ട് മാറും. എന്നിട്ട് ബ്രെയിന് കൊടുക്കുകയാണ്. ബ്രെയിനാണ് ഡീകോഡ് ചെയ്ത് കേൾക്കുന്നത്. അപ്പോൾ 2 കണ്ണും 2 ചെവിയുള്ള ഒരാളാണെങ്കിൽ ബ്രെയിനെക്കുറിച്ച് നമ്മൾ എന്ത് പറയാമെന്ന് വെച്ചാൽ ബ്രെയിൻ ഒരു വീഡിയോ ക്യാമറയാണെന്ന് പറയാം. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക എപ്പോഴും. നിങ്ങൾ കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. കാരണം എന്നിട്ട് നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് സ്റ്റോർ ചെയ്യുക. പിന്നെ മറ്റൊന്ന്, ബ്രെയിൻ ഒരു ലൈബ്രറിയാണെന്ന് പറയാം. 2 കോടി പുസ്തകങ്ങളെങ്കിലും സൂക്ഷിക്കാവുന്ന ഒരു ലൈബ്രറിയാണ് നിങ്ങളുടെ ബ്രെയിൻ. നിങ്ങൾ ചെറുപ്പം മുതലുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾ കണ്ടതും കേട്ടതും വായിച്ചതും പഠിച്ചതും മനസ്സിലാക്കിയതും എല്ലാം നിങ്ങളുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ചിലത് നല്ല സ്റ്റോറിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലത് പെട്ടെന്ന് നോക്കാം. ചിലത് നിങ്ങൾക്ക് അത്ര എളുപ്പത്തിന് റിട്രീവ് ചെയ്യാൻ സാധിക്കത്തില്ലായിരിക്കും. എല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പം ബ്രെയിൻ ഒരു ലൈബ്രറിയാണ്. പിന്നെ ബ്രെയിൻ ഒരു വീഡിയോ കമ്മ്യൂണിക്കേഷൻ സെൻ്ററാണ്, വാർത്താവിനിമയ കേന്ദ്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ബ്രെയിൻ അത് നോർമൽ ടെമ്പറേച്ചർ ആക്കാൻ നോക്കുന്നു. തണുത്ത് കഴിഞ്ഞാൽ അത് നോർമലിലേക്ക് വരാൻ നോക്കുന്നു. എല്ലാ വിവരങ്ങളും പ്രോസസ്സ് ചെയ്യുന്ന ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ സെൻ്ററാണ്. 4 in 1 ആണെന്ന് പറയാം. 4 കൂട്ടം കാര്യങ്ങൾ ഒന്നായിട്ട് പ്രവർത്തിക്കുകയാണ് ബ്രെയിൻ. എന്തൊക്കെയാണ് ഒന്നുകൂടെ ഓർക്കാൻ? സൂപ്പർ കമ്പ്യൂട്ടർ, വീഡിയോ ക്യാമറ, ലൈബ്രറി, കമ്മ്യൂണിക്കേഷൻ. 4 in 1. ഞാൻ സാധാരണ കേൾക്കുന്നത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഹ്യൂമൻ ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് കോംപ്ലക്സ് മാറ്റർ ഇൻ ദ ഹോൾ യൂണിവേഴ്സ് എന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ ബ്രെയിനേക്കാളും സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ പറയാം, നിങ്ങൾക്കൊരു ക്ലൂ പറയാം. മുട്ടുസൂചിയേക്കാളും സങ്കീർണമാണ് മുട്ടുസൂചി ഉണ്ടാക്കുന്ന മെഷീൻ. എ പിൻ മേക്കിംഗ് മെഷീൻ ഈസ് മോർ കോംപ്ലക്സ് ദാൻ എ പിൻ. അങ്ങനെയാണെങ്കിൽ ബ്രെയിൻ ഉണ്ടാക്കുന്ന സംവിധാനമാണ് ബ്രെയിനേക്കാളും സങ്കീർണം. ബ്രെയിൻ ഉണ്ടാക്കുന്ന സംവിധാനം എന്താണ്? നമ്മുടെ സൈഗോട്ട്, ഹ്യൂമൻ സൈഗോട്ട്, ആ ഫുൾ സ്റ്റോപ്പ്. അതിനകത്ത് ബ്രെയിൻ എങ്ങനെ ഉണ്ടാകുന്ന, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബ്രെയിൻ മാത്രമല്ല, കണ്ണെങ്ങനെ ഉണ്ടാകണം, ചെവി എങ്ങനെ ഉണ്ടാകണം. നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 206 ബോൺസ് ഉണ്ട്, എല്ലുകളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അതിൽ കൂടുതൽ കാണും. നമുക്ക് പ്രായപൂർത്തിയാൾക്ക് 206. ഈ ബോണിൻ്റെ ഷേപ്പ് എന്താണ്? ഇതിൻ്റെ ജോയിൻറ്റ്സ് എങ്ങനെ വരണം? ഇതെന്ത് മെറ്റീരിയൽ കൊണ്ടുണ്ടാകണം? ഇതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്? ബ്രെയിൻ ഇങ്ങനെ ബോൺ ഇങ്ങനെ അവർ പറയുന്നത് ഒരു 7 years ബോൺ മാറി പുതിയ ബോൺ വരുമെന്നാണ്. ബോൺ മെറ്റീരിയൽ വന്ന് മാറുകയും അതുപോലെ തന്നെ ഡീജനറേറ്റ് ചെയ്യുകയും ചെയ്യും.
അങ്ങനെ ബോൺ മെയിൻറ്റെയിൻ ചെയ്ത് 7 വർഷം കൂടുമ്പോൾ മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബോൺ എങ്ങനെ ഉണ്ടാണ്, ഇതിൻ്റെ ജോയിൻസൊക്കെ എങ്ങനെയാണ്, ഇതെല്ലാം സൈഗോട്ടിനകത്ത് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ ഏകദേശം 1,00,000 കിലോമീറ്ററോളം വരും. ഹാർട്ടിൽ നിന്നൊരു വലിയ പൈപ്പ് അയോട്ട, പിന്നെ അതിൽ നിന്ന് പല ബ്രാഞ്ചായിട്ട് ഇങ്ങനെ പോയി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തക്കുഴലുകൾ പോവുകയാണ്. ഇതിൻ്റെ ഡയമീറ്റർ എന്ത് വേണം, ഇതെന്തുകൊണ്ടുണ്ടാക്കണം, ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, എല്ലാം ഈ സൈഗോട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാർട്ട് ഒരു 4 ചേമ്പേർഡ് പമ്പാന്ന് പറയാം. ഹാർട്ട് എങ്ങനെയാണ്, കിഡ്നി എങ്ങനെയാണ്, വളരെ അത്ഭുതകരമായൊരു അവയവമാണ് കിഡ്നി. പിന്നെ നമ്മുടെ ശരീരത്തിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം അത്ഭുതകരമാണ്. നമ്മൾ ഈ ആഹാരം കഴിക്കുന്നു, അതെല്ലാം വന്നിട്ട് നമ്മുടെ ശരീരത്തിലെ രോമവും ശരീരഭാഗങ്ങളായിട്ട് മാറുകയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നഖമായിട്ട് മാറുന്നു എല്ലാം. ഇതെങ്ങനെ ഈ ആഹാരത്തിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്, കൺവെർട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ചോറും പയറും പലഹാരങ്ങളും ഒക്കെ അതൊക്കെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്ന വലിയൊരു കെമിക്കൽ ഫാക്ടറിയാണ് നമ്മുടെ ശരീരം. ഡൈജസ്റ്റ് ചെയ്ത് അതിനകത്തുനിന്ന് പ്രയോജനം എടുത്ത് എല്ലാം ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റവും നമ്മുടെ വിഷ്വൽ സിസ്റ്റവുമായിട്ട് ഇൻ്റർകണക്റ്റഡാണ്. പിന്നെ ഓൾഫാക്ടറി സിസ്റ്റം, മണക്കുന്ന കാര്യമാണ്. അതൊരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സാധനം. നമുക്ക് മണക്കാനുള്ള കഴിവ്, ഡോഗിനൊക്കെ ആണെങ്കിൽ പല കാര്യങ്ങളും മണക്കാൻ, ഡോഗിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. അത് പോലീസ് നായയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ മണക്കാനുള്ള കഴിവും അതിൻ്റെ ഓൾഫാക്ടറിയും മൂക്കും കാര്യങ്ങളൊക്കെ. പിന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, പുരുഷന്മാരുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സ്ത്രീകളുള്ള